കുളിക്കുമ്പോഴോ മറ്റോ സ്തനത്തിൽ തടിപ്പ് കണ്ട് ഭയങ്കരമായി ടെൻഷൻ അടിച്ച് പേടിച്ച് ഉറക്കമൊഴിച്ച് ഒത്തിരി ആളുകൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത് പാനിക് ആകരുത് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 80% തടിപ്പുകളും നോർമൽ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ബെനൈൻ എന്ന കാറ്റഗറിയിലുള്ളതാണ്. അതിന് സാധാരണഗതിയിൽ ഒന്നുകിൽ ഒബ്സർവേഷനോ അല്ലെങ്കിൽ ചെറിയതായ സർജറിയോ നടത്തി ഒഴിവാക്കി നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 100% തടിപ്പുകളെയും പ്രത്യേകിച്ച് പ്രായമായ ആളുകളിൽ നിർബന്ധമായും ചെക്ക് ചെയ്യുകയും എന്താണെന്ന് ഉറപ്പിക്കുകയും തുടർന്ന് നമുക്ക് ഒബ്സർവേഷൻ ആണോ അതോ സർജറി ആണോ എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി അടുത്തതായി നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒരു തടിപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയി ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ബ്രസ്റ്റ് ലംബുകളായ ഫൈബ്രോ അഡിനോമ, ബ്രസ്റ്റ് സിസ്റ്റ് അല്ലെങ്കിൽ മാസ്റ്റൈറ്റിസ് ഇങ്ങനെയുള്ള രീതിയിലുള്ള കോമൺ ആയിട്ടുള്ളവ സാധാരണഗതിയിൽ ക്യാൻസറുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ്. ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത് സ്തനത്തിന്റെ ബെനൈനായ അല്ലെങ്കിൽ പ്രശ്നക്കാരനല്ലാത്ത തടിപ്പാണ്. ഇത് സ്മൂത്തായി സ്തനത്തിന്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന രീതിയിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള തടിപ്പാണ്. ഇതിന് സാധാരണ ഒബ്സർവേഷൻ ആണ് ചെയ്യുക. സൈസ് കൂടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ച സമയത്ത് തന്നെ വലിയ സൈസ് ഉള്ളതാണെങ്കിൽ അതിനെ സർജറി ചെയ്ത് നീക്കം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബ്രസ്റ്റ് സിസ്റ്റ്. സ്തനത്തിൽ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതും ക്യാൻസറുമായി ആസ് സച്ച് ബന്ധമുള്ളതല്ല. അതുപോലെ തന്നെ മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ സ്തനത്തിൽ ഉണ്ടാകുന്ന ചെറിയ ഇൻഫെക്ഷൻ സാധാരണയായി കൂടുതലായി കാണുന്നത് പാല് കൊടുക്കുന്ന സ്ത്രീകളിലാണ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാൻസറും വേദനയും തമ്മിലുള്ള ബന്ധമാണ്. തുടക്കത്തിൽ ക്യാൻസർ സ്തനത്തിലോ അല്ലെങ്കിൽ മറ്റു ശരീരഭാഗങ്ങളിലോ ഉണ്ടെങ്കിൽ വേദന ഉണ്ടാക്കണം എന്നില്ല. പലപ്പോഴും വേദനയില്ലാത്ത തടിപ്പുകൾ കാലങ്ങളോളം വലുതായി മറ്റുള്ള ശരീരഭാഗങ്ങളെ വ്യാപിക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള നാഡികളെ ബുദ്ധിമുട്ടിക്കുകയോ ഇൻവോൾവ് ചെയ്യുകയോ ബാധിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ക്യാൻസറിൽ വേദന ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻസറും വേദനയും ഉണ്ട് എന്നുള്ള മിഥ്യാധാരണ നമ്മൾ നിർബന്ധമായി ഒഴിവാക്കേണ്ടതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സ്തനത്തിലെ തടിപ്പിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് അടുത്തായി നമ്മൾ പറയുന്നത്. ഒന്ന്, നമ്മൾ കാമായി ടെൻഷൻ അടിക്കാതെ സമാധാനത്തോടെ ഇരിക്കണം. ടെൻഷൻ അടിക്കുന്നത് കൂടുതൽ ചിന്തിക്കുകയും സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. സമയം നഷ്ടപ്പെടുത്തുന്നത് നിർബന്ധമായി നമുക്ക് നമ്മുടെ തടിപ്പിനെ വളർച്ചയ്ക്ക് സഹായിക്കുകയും നമ്മുടെ ശരീരത്തിന് തടിപ്പിനെ ക്യാൻസർ ആണെങ്കിൽ തന്നെ അത് വലുതാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൂഗിൾ ചെയ്ത് സിംറ്റംസ് നോക്കരുത്. തലവേദനയ്ക്ക് കാരണം ബ്രെയിൻ ട്യൂമർ ആണ് എന്ന് വരെ ഗൂഗിളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഗൂഗിൾ ചെയ്ത് സിംറ്റംസിനെ അല്ലെങ്കിൽ ഇപ്പോൾ ChatGPT ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നിർബന്ധമായും അടുത്തുള്ള ഫിസിഷ്യനോ ഡോക്ടറോ അല്ലെങ്കിൽ സർജനോ ആളുകളോ ചോദിച്ച് മനസ്സിലാക്കിയാണ് നിർബന്ധമായിട്ടും വേണ്ടത്. അടുത്തത് സ്റ്റെപ്പ് 3 നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്ക് നീട്ടി വെക്കാതെ അടുത്ത വിത്തിൻ 1 വീക്ക് നമ്മൾ ഇവാലുവേഷനോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാനുള്ള ഇതോ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പ് 4 എന്താണെന്ന് വെച്ചാൽ മുന്നേ നമ്മൾ എന്തെങ്കിലും സ്കാനിന്റെ റിപ്പോർട്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ വരേണ്ടത്. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ഇതിനുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എഴുതി വരികയാണെങ്കിൽ കൂടുതൽ ഡോക്ടറോട് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഡോക്ടറെ കാണുമ്പോൾ നമ്മുടെ സ്തനത്തിലുള്ള തടിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റുള്ള ടെൻഷൻ കാരണം നമ്മൾ ചോദിക്കാൻ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ മിസ്സാവാതിരിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തതായി ഏതൊരു തടിപ്പിനെയും നമ്മൾ ക്ലിനിക്കലി പരിശോധിക്കുന്നു. രണ്ടാമത് അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ മാമോഗ്രാമോ നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം മാമോഗ്രാമിയിൽ ബൈറാഡ്സ് എന്ന് പറയുന്ന ഒരു സ്കോറിംഗ് സിസ്റ്റം, അത് അടിസ്ഥാനത്തിലാണ് നമ്മൾ തുടർന്ന് ഫർദർ പ്രൊസീഡ് ചെയ്യുന്നത്. 1 മുതൽ 3 വരെ ഉള്ളതിന് സാധാരണഗതിയിൽ ബയോപ്സി എടുക്കാറില്ല. 4 അതിന് മുകളിലുള്ളതാണെങ്കിൽ നമ്മൾ ബയോപ്സി നമ്മൾ ആവശ്യമായി വരാറുണ്ട്. സ്തനത്തിൽ തടിപ്പുള്ള ഏതൊരാളും ശ്രദ്ധിക്കേണ്ട 4-5 കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ പറയുന്നത്. നിപ്പിൾ ബ്ലേഡിങ്ങോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. അതുപോലെ നിപ്പിൾ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ സ്തനത്തിൽ ഒന്നിലധികം തടിപ്പുകൾ ഉണ്ടോ എന്ന് നോക്കണം. കക്ഷത്തിലോ മറ്റോ തടിപ്പുകൾ ഇതിൻ്റെ കൂടെ ഉണ്ടോ നോക്കണം. സ്തനത്തിൻ്റെ മുകളിലുള്ള തൊലിയിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ഓറഞ്ചിൻ്റെ പുറംഭാഗം പോലെ കുഴിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. ഇത് പലപ്പോഴും ഇൻഫെക്ഷനിലും പലപ്പോഴും ക്യാൻസറിലുമാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. സ്തനത്തിൻ്റെ തൊലിയിൽ ചുമന്ന രീതിയിലുള്ള അടയാളം ഇൻഫെക്ഷൻ്റെ ഫീച്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇത് ക്യാൻസറിലും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കണ്ട് ബാക്കി ഫർദർ ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് സ്തനത്തിലെ ഓരോ തടിപ്പും നിർബന്ധമായും നോക്കേണ്ടത് എന്ന് പറയുന്നത്
പറയുന്നത് പലപ്പോഴും സ്ത്രീകൾ പേടി കാരണം ചെറിയ രീതിയിലുള്ള തടിപ്പുകൾ വലുതാവുകയും ക്യാൻസർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ നേരെ മറിച്ച് ക്യാൻസർ ആണെങ്കിൽ തുടക്കത്തിലുള്ള സ്റ്റേജ് 1 ഒന്നാമത് നമുക്ക് അതിൻ്റെ ക്യൂർ റേറ്റ് അല്ലെങ്കിൽ ക്യാൻസർ മോചിതരാവാനുള്ള സാധ്യത 90-95% മുകളിലാണ്. അതിനു പുറമെ തന്നെ സ്റ്റേജ് 2 3 ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തന്നെ വളരെ വലിയ രീതിയിലാവാനും അസുഖത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തിറങ്ങാനുള്ള സാഹചര്യങ്ങൾ കുറയാനും കാരണമാകും. ഫൈനലി എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ, ഏതൊരു തടിപ്പും നിർബന്ധമായും ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. അതിന് പുറമെ എസ്പെഷ്യലി പ്രത്യേകിച്ച് പ്രായമായ ആളുകളിൽ. അതുപോലെ തന്നെ വേദനയും ക്യാൻസറും തമ്മിൽ തുടക്കത്തിൽ ബന്ധം ഉണ്ടാകണമെന്നില്ല. വേദനയുള്ള ഇത് ക്യാൻസർ ആകണമെന്നുമില്ല. പലപ്പോഴും വേദന ഇല്ല എന്നുള്ള കാരണത്താൽ ഇവാലുവേറ്റ് ചെയ്യാതെ ഡോക്ടറെ കാണിക്കാതെ ചെറിയ സ്റ്റേജിലുള്ള ചെറിയ തടിപ്പുകൾ പലപ്പോഴും വലിയ രീതിയിലുള്ള മുറിവുകളായാണ് രോഗികൾ നമ്മുടെ അടുത്ത് വരാറുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ചികിത്സകളും കൊടുക്കേണ്ടി വരാറുണ്ട്. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.